കുറേ സംഘ് പ്രൊഫൈലുകൾ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ ആ നിലപാടിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. നിലപാടൊന്നും അല്ലട്ടത്, അപ്പോൾ കപട നിലപാട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കുടിവെള്ളം കിട്ടാത്ത സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും സുരേന്ദ്രൻ്റെ അധ്യക്ഷ പദവി നഷ്ടപ്പെട്ടതിന് ശേഷം എന്താ പറയുക, സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു, അധ്യക്ഷ പദവിയോടൊപ്പം സ്ഥലകാല ബോധം കൂടെ നഷ്ടപ്പെട്ടു എന്നൊരു കിംവദന്തി ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിന് എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. നമ്മളത് ഇല്ലാത്തത് പറയാൻ പാടില്ലല്ലോ. പിന്നെ സുരേന്ദ്രൻ സംസാരിക്കുന്നത് ലഹരിയുടെ പുറത്താണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. സുരേന്ദ്രൻ്റെ ചുണ്ടിലടിയിൽ ഇപ്പോഴും ഹാൻഡ്സ് ഉണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും അത് നമ്മുടെ ഈ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. സുരേന്ദ്രൻ ഹാൻഡ്സോ തമ്പാക്കോ എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ, പക്ഷേ പറയുന്ന കാര്യത്തിൽ ഇച്ചിരി എന്താ പറയുക, സത്യസന്ധത കാണിക്കണ്ടേ. എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞത് മലപ്പുറം ഒരു മാസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യം. പൊള്ളി, നന്നായിട്ട് പൊള്ളി. ആർക്കാണ് ഇവിടെ പൊള്ളിയത്? ഇജാതി നുണയും കൊണ്ടിട്ട് മലപ്പുറം ജില്ലയുടെ ആളുകൾക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോട് കൂടിയിട്ട് തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താനുള്ള മാനുഷിക ബോധം, സാമൂഹിക ബോധം, ഇതൊക്കെ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കുണ്ട്. മലപ്പുറം ജില്ലയിൽ റമദാൻ മാസത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഏത് സ്ഥലമാണുള്ളത്? ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ പറ. അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം നിഷേധിച്ചത്? ആ സ്ഥലത്തിൻ്റെ പേര് പറ. നിങ്ങൾ എന്തിനാണ് ഈ കാടടച്ച് വെടിവെക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ പടർപ്പിൽ തല്ലുന്നത്? എന്തിനാ? അങ്ങോട്ട് പറ, തുറന്ന് പറ. ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിൽ അല്ലെങ്കിൽ ഇന്ന കൂൾ ബാറിൽ വെച്ചിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ അവരെനിക്ക് വെള്ളം തന്നില്ല, റമദാൻ മാസമാണ് എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എനിക്ക് നിഷേധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കണികയുണ്ട്, നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയമെങ്കിലും നമ്മുടെ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. ഇത് പടർപ്പിൽ തന്നെയാണ്, അങ്ങോട്ട് പൊട്ടിക്കാണ്. ശരിയോ തെറ്റോ ഒന്നും നോക്കണ്ട. BJP-കാരോടാണ് ഈ പറയുന്നത് എന്ത് ശരി എന്ത് തെറ്റ്. എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. മുസ്ലിം എന്തൊരു നുണയാടോ ഈ പറയണത്, എന്തൊരു പച്ച കള്ളമാണ് ഈ പറയണത്. ഇത് ഇവർ ഇന്നലെ തുടങ്ങിയിട്ടുള്ള പരിപാടിയല്ല. സുരേന്ദ്രൻ്റെ ഈ ഒരു പ്രസ്താവന അത് ഒറ്റപ്പെട്ട പ്രസ്താവനയല്ല. നിരന്തരമായിട്ട് മലപ്പുറം ജില്ലയോട്, അല്ലെങ്കിൽ മലപ്പുറം ജില്ല, മലബാർ, മലപ്പുറം, വാര്യംകുന്നത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഈറ്റങ്ങൾക്ക് കിടന്ന ഹാലളകും. ഈറ്റങ്ങൾ വല്ല കോമരം തുള്ളുന്ന പോലെ കിടന്ന് തുള്ളും. മലപ്പുറം ജില്ലയോട് എന്തോ വലിയൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയൊക്കെയാണ് ഈ സംഘപരിവാർ നോക്കിക്കാണുന്നത്. ഇതിനു മുമ്പ് എത്രയോ വിഷയങ്ങളിൽ മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് ഇവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശകല അടക്കം, അല്ലെങ്കിൽ നമ്പോലൻ, വിശകല, പിന്നെ എന്താണ്, അങ്ങനെ ഇറ്റങ്ങൾ പറയാത്തത് മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് ഇവരുടെ നാവ് കൊണ്ട് എന്തെങ്കിലും ഒരു നല്ലത് ഇവർ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ? അല്ല, നിങ്ങൾ നല്ലത് പറയും വേണ്ട. സംഘപരിവാറിൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കേണ്ട ഒരു ഗതികേട് തൽക്കാലം മലപ്പുറം ജില്ലക്കോ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾക്കോ ഇല്ല എന്നുള്ളതാണ്. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞതിനെ ഗണ്ണിക്കാൻ, സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള, സംഘപരിവാർ അല്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കമൻസ് സുരേന്ദ്രൻ്റെ വീഡിയോക്ക് താഴെയും ഈ വാർത്ത കൊടുത്ത ന്യൂസ് ചാനലുകളുടെ ബൈറ്റിനൊക്കെ താഴെ മലപ്പുറം ജില്ലയിലുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള സംഘപരിവാർ അല്ലാത്ത നല്ല ഹിന്ദുക്കൾ അവർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. സുരേന്ദ്രൻ പറയുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഫാസിസ്റ്റ് രീതിയൊന്നും മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു ഫാസിസ്റ്റിന്, അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സംഘടനാ രീതി കൊണ്ട് നടക്കുന്ന സുരേന്ദ്രന് ചിലപ്പോൾ
ഇങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളവർ. ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ രീതി അല്ലെങ്കിൽ ഫാസിസ്റ്റ് രീതി രാഷ്ട്രീയത്തിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ മലപ്പുറത്ത് നോക്കിയിട്ട് നിങ്ങൾ ഫാസിസ്റ്റ് രീതിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പ്രതിപാദിക്കാനൊക്കെ ഉള്ള രാഷ്ട്രീയ ബോധ്യം മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കുണ്ട്. പിന്നെ ചിലപ്പോൾ സുരേന്ദ്രൻ കുടിവെള്ളത്തിന് പകരം വല്ല ഗോമൂത്രമൊക്കെ ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലോ കടകളിലോ ഒക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോടാൻ നാറി എന്ന് പറയും. ഗോമൂത്രമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗോമൂത്രമൊക്കെ കിട്ടും. എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യം കൂടെ നമുക്ക് കേൾക്കണമല്ലോ. എന്തൊക്കെയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളതെന്ന് ബാക്കി കൂടെ കേൾക്കാം നമുക്ക്. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. വാക്സിനേഷനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ വീട്ടിലെ പ്രസവം എന്നൊക്കെ പറഞ്ഞ വിഷയം മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ആളുകൾ മലപ്പുറത്തു നിന്നായിരിക്കും. സുരേന്ദ്രൻ എടുത്ത് അല്ലെങ്കിൽ സുരേന്ദ്രന് വേണ്ടിയിട്ട് ആളുകളുടെ പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റും. എത്രയോ ആളുകൾ മലപ്പുറം ജില്ലയിൽ ഇരുന്നു കൊണ്ട് ഇത് തെറ്റായിട്ടുള്ള രീതിയാണ്, ഇത് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു ശരിയായിട്ടുള്ള മാർഗമല്ല എന്ന് ഉറക്കെ പറയാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ആളുകളും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ്. എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയണത്? എന്തെങ്കിലും ഒരു ഡാറ്റ, എന്തെങ്കിലും ഒരു ഫാക്റ്റ് നിങ്ങളുടെ മുമ്പിലുണ്ടോ? ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ റമദാൻ മാസങ്ങളിൽ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയൊരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തി. അത് 8 നിലയിൽ പൊട്ടി അത് പാളീസായിപ്പോയി. അത്തരത്തിലൊരു വിഷയം മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെട്ടപ്പോൾ അന്ന് മാളത്തിൽ ഒളിച്ച ടീമാ, അന്ന് ഓടി ഒളിച്ചാണ്. ഇതുപോലൊരു മണ്ടൻ, ഇതുപോലൊരു മരമണ്ടൻ നമ്മുടെ സമൂഹത്തിലുണ്ടോ അല്ലെങ്കിൽ നാട്ടിലുണ്ടോ എന്നൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് കേട്ടിട്ട് ധൃതംഗ പുളകിതനായിട്ട് ഇരിക്കാനായിരിക്കും സുരേന്ദ്ര നിന്റെ വിധി. നിന്റെ തീരുമാനങ്ങളാണല്ലോ. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം അത് ആളുകൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആളുകൾക്ക് മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ്? മലപ്പുറം ജില്ലയിലെ മതസാഹോദര്യത്തെക്കുറിച്ച് ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ആഘോഷിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളുള്ള ഇടമാണ് മലപ്പുറം. നിങ്ങൾ അവിടെ എന്തൊക്കെ വർഗീയതയുടെ വിഷവിത്ത് കൊണ്ടുവന്ന് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കൂല. സുരേന്ദ്രന് നല്ല ബുദ്ധി വരട്ടെ, സുരേന്ദ്രന് തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ. മലപ്പുറം ജില്ലയിലുള്ള ഏത് സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിലുള്ള ഏത് പ്രദേശത്തെ ഏത് ഹോട്ടലിൽ ഏത് കൂൾബാറിലാണ് സുരേന്ദ്രന് വെള്ളം കൊടുക്കാതിരുന്നത് എന്ന് സുരേന്ദ്രൻ തെളിയിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.